ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ നമുക്കിന്ന് അവൽ വിളയിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായതിന് ശേഷം ഈ പാത്രത്തിന് ഒരു പാത്രം അവൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി, ഒത്തിരി മൂത്തൊന്നും പോകണ്ട. ഒന്ന് ചൂടാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ തീ കുറച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. തീ കൂടിപ്പോയാൽ കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ രുചി എന്ന മാറ്റം വരും. അപ്പോൾ നമുക്ക് 4 മണിക്ക് ഒരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ അടിപൊളി ആയിട്ടുള്ള ഒരു നാടൻ 4 മണി പലഹാരം ഇത് കേട്ടോ. അപ്പോൾ അത് അവൽ മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ട് വേണം ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊട്ടുകടല എടുത്ത് വെച്ചിട്ടുണ്ട്. പൊരികടല എന്നും പറയാറുണ്ട് ഇതിന്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചുമന്ന് കളർ മാറി ഒന്ന് വരട്ടെ. ഒരുപാട് കരിഞ്ഞു പോകരുത്. അതിലേക്ക് 2 ടീസ്പൂണ് കറുത്ത എള്ളും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. എള്ളിട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം ഇട്ട് മൂപ്പിക്കരുത്. പെട്ടെന്ന് അത് മൊരിഞ്ഞ് കിട്ടും. എള്ള് ഒന്ന് മൂത്ത് വരുമ്പോൾ മാറ്റണം. കരിഞ്ഞു പോയ എള്ളിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ ശർക്കര കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി അരിച്ചൊഴിക്കാം. എന്നറിയാമോ, ഇതിൽ കല്ലും പൊടിയും ഒക്കെ കാണും. അപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ ഇത് കണ്ടല്ലോ, ശർക്കര പാനി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് ചെയ്യാവേ, തീ കൂട്ടി വെക്കരുത്. ഇനി നമുക്കിതിലേക്ക് ഞാൻ അവലെടുത്ത് അതേ പാത്രത്തിന് 1 കപ്പ് തേങ്ങയും കൂടെ തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയ തേങ്ങ. അപ്പോൾ തേങ്ങ ചിരകി എടുക്കുമ്പോൾ അതിൻ്റെ തേങ്ങയുടെ അടിഭാഗമില്ല, കറുത്ത ഭാഗമൊന്നും വരാതെ നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഈ തേങ്ങ ഇതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വരണം. അത് മധുരമെല്ലാം പിടിച്ച ശർക്കരയുടെ മധുരമൊക്കെ തേങ്ങയിലെടുത്ത് അങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഇങ്ങനെ ഇതിടുമ്പോൾ നല്ല ജീരകം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ല മണമായിട്ടോ കിട്ടുന്നത്. നമ്മുടെ എന്താ പറയുക, നല്ലൊരു മണവും ആ രുചിക്കും ഒരു പ്രത്യേക ഇതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഈ പരുവത്തിൽ ഒന്ന് ഇതെല്ലാം വറ്റി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് അവലിട്ട് കൊടുക്കുവാണ്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇളക്കി ഈ പാനിയെല്ലാം നല്ലപോലെ വറ്റി വരണം. ആ അവലിലൊക്കെ നല്ലപോലെ ഇതിൻ്റെ മധുരം എല്ലാം പിടിച്ച് സെറ്റായി വരണം. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ തീ കുറച്ച് വെച്ച്, തീ കൂട്ടി വെക്കരുത്, കുറച്ച് വെച്ച് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ കുറേശ്ശെ ഇങ്ങനെ നല്ലപോലെ വരണ്ട് വരുന്നുണ്ട്. ശർക്കര പാനിയൊക്കെ ഇപ്പോൾ വെള്ളാംശം കാണാനില്ലല്ലോ, ഉണ്ടോ? ഇത് ഉണക്ക് നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക. സമാധാനമായിട്ട് നിന്ന് വേണം ഇതൊക്കെ ചെയ്യാൻ. ധൃതിപ്പെട്ടൊന്നും ഇത് ചെയ്യരുത്. നല്ലൊരു 4 മണി പലഹാരം. മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ അവർക്ക് ഇതും ഒരു ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല മധുരമല്ലേ. ഇനി നമുക്കിപ്പോൾ അത് അവൽ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും പൊട്ടുകടലയും കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ അതൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. ലൈക്ക് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനൊന്നും മറന്നു പോകരുതേ. ഓളെന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അതിനുശേഷം നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി നല്ലപോലെ ഒന്ന് തണുക്കാൻ വെക്കണം. അപ്പോൾ നല്ല തണുത്തതിന് ശേഷം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു
എയർ കണ്ടെയ്നർ എയർ കയറാത്ത നല്ലൊരു പാത്രത്തിനകത്ത് നമ്മൾ അടച്ച് വെക്കുവാണെങ്കിൽ എത്ര മാസങ്ങളോളം ഇത് വെച്ചിരുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. ജലാംശം ഒട്ടും പാടില്ല. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും ബായ്.